അധിക തീരുവ ചുമത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് പ്രതികരണവുമായി ചൈന. US ഏർപ്പെടുത്തിയ തീരുവയ്ക്കെതിരെ ചൈനീസ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ചൈന വ്യക്തമാക്കി. വ്യാപാര യുദ്ധത്തിൽ വിജയികളില്ലെന്നുള്ള കാര്യവും ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. നേരത്തെ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് മറുപടിയുമായി കാനഡയും മെക്സിക്കോയും രംഗത്തു വന്നിരുന്നു. US ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% അധിക നികുതി ചുമത്തുമെന്നുള്ള പ്രഖ്യാപനമാണ് കാനഡ നടത്തിയത്. 155 ബില്യൺ കനേഡിയൻ ഡോളർ മൂല്യം വരുന്ന ഉൽപ്പന്നങ്ങൾക്കാകും അധിക നികുതി ചുമത്തുക. ഇതിൽ 30 മില്യൺ കനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി നിർദ്ദേശം ചൊവ്വാഴ്ച നിലവിൽ വരും. 125 കനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് 21 ദിവസത്തിന് ശേഷമായിരിക്കും നികുതി ചുമത്തുകയെന്നും ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു. US-ന് ഒരുങ്ങുന്നതിന് വേണ്ടിയാണ് 21 ദിവസത്തെ സമയം നൽകുന്നതെന്ന് ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചിട്ടുണ്ട്. സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയെ ലംഘിക്കുന്നതാണ് ട്രംപിന്റെ തീരുമാനമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി വിമർശിച്ചു. ഈ തീരുമാനത്തിന് US വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ട്രൂഡോ നിലപാട് വ്യക്തമാക്കി. അതേസമയം അധിക തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തിന് തിരിച്ചടി നൽകുമെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷെൻബാം വ്യക്തമാക്കി. ബദലായി ഒരു പ്ലാൻ ബി ഉണ്ടാക്കാൻ ഇക്കണോമിക് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞുവെന്നും അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ക്ലൗഡിയ ഷെൻബാം പറഞ്ഞു. തീരുവ ചുമത്തുന്നതിന് പുറമെ ഇല്ലാത്ത മാർഗങ്ങളും ഇതിനായി നോക്കുമെന്നും മെക്സിക്കോയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമായിരിക്കും തങ്ങളുടെ ലക്ഷ്യമെന്നും പ്രസിഡന്റ് പറഞ്ഞു. തന്റെ സർക്കാരിന് മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നുള്ളത് അപവാദ പ്രചാരണം മാത്രമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കാനഡ, മെക്സിക്കോ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവയാണ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. ഇത് ഈ രാജ്യങ്ങളും US-ഉം തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമാക്കുമെന്നാണ് സൂചന നൽകുന്നത്. 3 ഉത്തരവുകളിലാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത്. കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയാണ് ചുമത്തുന്നത്. കാനഡയിൽ നിന്നുള്ള എണ്ണ ഉൽപ്പന്നങ്ങൾ 10% തീരുവ ചുമത്തുമെന്നും ട്രംപ് അറിയിച്ചു. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവയാകും ചുമത്തുക. ചൊവ്വാഴ്ച മുതൽ ട്രംപിന്റെ ഈ നിർദ്ദേശങ്ങൾ നിലവിൽ വരും. ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക്സ് പവർ ആക്ട് പ്രകാരമാണ് ട്രംപിന്റെ നടപടി. അതേസമയം കാനഡയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം, വൈദ്യുതി എന്നിവയ്ക്ക് 10% നികുതിയെ ചുമത്തിയിട്ടുള്ളൂ. കാനഡയിൽ നിന്ന് പ്രതിദിനം 4 മില്യൺ ബാരൽ ഓയിലാണ് US ഇറക്കുമതി ചെയ്യുന്നത്. അതിനാൽ 10% മാത്രമാണ് ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക നികുതി. അത് ഈ മാസം 18-നാണ് നിലവിൽ വരിക. US-നോട് വ്യാപാര രംഗത്ത് നേരാംവണ്ണം ഇടപെടാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഭാവിയിൽ അധിക നികുതി ചുമത്തിയേക്കുമെന്ന് ഉത്തരവ് സൂചിപ്പിക്കുന്നു. ലോകരാജ്യങ്ങൾ തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന വ്യാപാര ഉടമ്പടികളാണ് ഇതോടെ ലംഘിക്കപ്പെടുന്നത്. 1977-ലെ അന്താരാഷ്ട്ര എമർജൻസി ഇക്കണോമിക്സ് പവർ ആക്ട് പ്രകാരമാണ് ഡൊണാൾഡ് ട്രംപ് ഫെബ്രുവരി 1-ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അധിക നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യങ്ങൾക്കു മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ പ്രസിഡന്റിന് പ്രത്യേകം അധികാരം നൽകുന്ന നിയമമാണ് ഇത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന പ്രസിഡന്റിന്റെ തീരുമാനത്തെ കോടതികൾ പിന്തുണയ്ക്കുകയാണ് പതിവ്. എന്നാൽ ഈ നിയമപ്രകാരം രാജ്യങ്ങൾക്കു മേൽ അധിക നികുതി ഏർപ്പെടുത്താനാകുമോ എന്നത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനിടയുണ്ട്. അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും നിയന്ത്രിക്കുന്നതിനായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനാണ് ട്രംപ് ഈ നിയമം ഉപയോഗിച്ചത്. മയക്കുമരുന്നായ ഫെന്റനിൽ നിയമവിരുദ്ധമായി നിർമ്മിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതും തടയാൻ 3 രാജ്യങ്ങളും നടപടിയെടുക്കണമെന്നും US-ലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയാൻ കാനഡയും മെക്സിക്കോയും യത്നിക്കണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അധികാരത്തിലെത്തിയാൽ ചൈനയ്ക്ക് 60% വരെ നികുതി ചുമത്തുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ കൊന്നൊടുക്കിയ ഫെന്റനിൽ അനധികൃതമായി US-ലേക്ക് കടത്തിയതിനുള്ള മറുപടിയാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും തീരുവ ചുമത്തിയതെന്ന് വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പറഞ്ഞു. അതേസമയം ഇനി അങ്ങോട്ട് രാജ്യം നേരിടുന്ന പണപ്പെരുപ്പത്തിന് ഉത്തരവാദി ട്രംപാണെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയും ആരോപിച്ചിട്ടുണ്ട്.